ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ അനുമോളും ജിഷിനും സംസാരിക്കുന്നതായാണ് കാണുന്നത്. അപ്പോൾ അനുമോൾ ജിഷിനോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അനുമോൾ ആദിലയുടെ അടുത്ത് ആദില കഴിഞ്ഞ പ്രാവശ്യം എവിക്റ്റായി പോവാൻ നിന്ന സമയത്ത് ഒരു നമ്പർ കൊടുത്തിട്ട് അത് എൻ്റെ PR-ൻ്റെ നമ്പറാണ്. അപ്പോൾ ഇത് PR-നെ വിളിച്ച് സംസാരിച്ചാൽ അക്ബറിനെ തകർക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞു തരും എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് ആരോപണമായിട്ട് ഇപ്പോൾ ഹൗസിലുള്ളവരെല്ലാം പറയുന്നത്. അപ്പോൾ നൂറയോ ഷൈറ്റിയോ ആദില പോയ സമയത്ത് ഇത് അക്ബറിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അക്ബർ ഇത് അറിഞ്ഞത് മുതൽ ഭയങ്കര ഡൗൺ ആയിട്ടാണുള്ളത്. അക്ബർ അനുമോളോട് പറയുന്നുണ്ട് ഫാമിലി വെച്ച് കളിക്കരുത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ ഇപ്പോൾ പറയുന്നത് അത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതിലേക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കൊടുത്തത് എൻ്റെ നമ്പറാണ്, എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ചേച്ചിയോട് സംസാരിക്കാനുള്ള നമ്പറാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ആദിലയുടെ നമ്പറും തന്നിട്ടുണ്ട്, അതും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ അക്ബറിനെ തകർക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. അനുമോൾ കരഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മേനെയും ഒക്കെ പറഞ്ഞ് സത്യമൊക്കെ ഇടുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിഷിൻ ഓരോന്ന് പറഞ്ഞിട്ട് അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാലും അനുമോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ആ പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവർ ഇത്ര ചെയ്തിട്ടും ഞാൻ അവരുടെ കാര്യങ്ങളൊന്നും പുറത്ത് പറയാത്ത. എന്നോട് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് പറയാമായിരുന്നു, പക്ഷെ ഞാൻ അവരെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ അവർക്ക് ഞാൻ നമ്പർ കൊടുത്തത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയോ വീട്ടിലുള്ളവരെയോ വിളിച്ചാൽ എന്തെങ്കിലും സഹായം ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ നമ്പർ കൊടുത്തത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് പോയി ഫാമിലിയോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ഒരുമിച്ച് വരാം, ഞാൻ വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനുമോൾ കരഞ്ഞോട് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം, എനിക്ക് എൻ്റെ അഭിമാനമാണ് വലുത്, എൻ്റെ അച്ഛനമ്മയുടെ അഭിമാനമാണ് എനിക്ക് വലുത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്.